ഹലോ ഡിയേഴ്സ്, അബേലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ബയോബിൻ എൻ്റെ കൈ കിട്ടിയിട്ട് മാസങ്ങളായിട്ടോ. അപ്പോൾ ഞാനിത് പഴയ വീട്ടിൽ വെച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പോഴാണ് വീട് ഷിഫ്റ്റിങ്ങിൻ്റെയൊക്കെ പ്ലാനായത്. എന്നാൽ പിന്നെ പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഞാൻ ഇപ്പോഴാണ് അതൊന്ന് സെറ്റാക്കി വെച്ചത് കേട്ടോ. ഈ വീട്ടിലേക്ക് മാറിയപ്പം വർക്ക് ഏരിയയുടെ പണിയുള്ളതുകൊണ്ട് വർക്ക് ഏരിയയുടെ പണിഞ്ഞിട്ട് വർക്ക് ഏരിയയിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വർക്ക് ഏരിയ പണിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് എന്തായാലും സെറ്റ് ചെയ്യുമ്പോൾ വീഡിയോയും കൂടി എടുത്തുകൊണ്ട് സെറ്റ് ചെയ്യും എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിത് സെറ്റ് ചെയ്യാൻ ശരിക്കും എനിക്കറിയില്ലായിരുന്നു. ഞാൻ അപ്പോൾ കുറേ വീഡിയോസ് കണ്ടു കേട്ടോ. ചില വീഡിയോയിൽ ഈ ഒരു മൂടിയില്ല, ഈ ഹോളുള്ള മൂടി, ആ ഒരു മൂടിയില്ല കേട്ടോ, ചിലതിലുണ്ട്. അങ്ങനെ കുറേ വീഡിയോകൾ കണ്ടിട്ടാണ് ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ. അങ്ങനെ ഒടുവിൽ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. ഈ ഒരു സംഭവം ഉള്ളത് കുറേ ഉപകാരപ്പെടും കേട്ടോ. നമുക്ക് ഫുഡ് വേസ്റ്റോ അല്ലെങ്കിൽ പച്ചക്കറി വേസ്റ്റുകളോ ഒന്നും നമുക്ക് നമ്മുടെ പറമ്പിലേക്കോ ഒന്നും എടുത്ത് കളയാൻ വേണ്ട. അങ്ങനെ തന്നെ നമ്മളങ്ങനെ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എലികളുടെയൊക്കെ ശല്യം ഉണ്ടാവും. പിന്നെ എലികൾ പിടിക്കാൻ അടുത്ത ആൾ വരും. അങ്ങനെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് വേസ്റ്റും പച്ചക്കറി വേസ്റ്റും ഒക്കെ അതിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളതിനകത്തേക്ക് ഇനോക്കുലം ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനോക്കുലമൊക്കെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് തന്നെ കിട്ടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ ഇനോക്കുലം ഇട്ടു. പിന്നെ ആ ഒരു ദിവസത്തെ വേസ്റ്റ് ഫുൾ ഞാൻ എടുത്ത് വെച്ചിരുന്നു. അത് ഞാൻ വൈകിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ദിവസത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് തുറക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം വൈകിട്ട് തുറക്കുന്നതിനായിട്ട് നല്ലത്. അപ്പോൾ വൈകിട്ടുള്ള പച്ചക്കറി വേസ്റ്റ് ഫുഡ് വേസ്റ്റ് എല്ലാം നമുക്ക് ഒന്നിച്ച് വൈകിട്ടിടാം. അങ്ങനെ ഞാൻ ഫുഡ് വേസ്റ്റും പച്ചക്കറി വേസ്റ്റും ഇട്ട് കൊടുത്തു. അതിൻ്റെ മേളിൽ വീണ്ടും ഞാൻ നമ്മുടെ ഇനോക്കുലം ഇട്ട് കൊടുത്തു കേട്ടോ. ഇനോക്കുലം ഇട്ട് കൊടുത്തിട്ട് അത് മൂടി, ആ ഒരു ഹോളുള്ള മൂടി വെച്ചു. അതിൻ്റെ മേളിൽ ആ കുടലുണ്ടായിരുന്ന ഒരു ക്യാപ്പില്ലേ, അത് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പൂച്ചക്കുഞ്ഞിൻ്റെ വിശേഷത്തിലേക്ക് വരാമേ. പൂച്ചക്കുഞ്ഞിന് ഞാൻ വന്നപ്പോൾ തന്നെ ഇച്ചിരി വെള്ളമാണ് കൊടുത്തത്. കാരണം ഒത്തിരി ചൂടത്ത് വന്നതല്ലേ, വെള്ളം കൊടുത്ത് ദാഹിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇച്ചിരി വെള്ളം കൊടുത്തത് കുടിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ മൂന്നുപേരോട് ചേർന്നിട്ട് ടോമിക്ക് ചേർന്നൊരു പേര് കണ്ടുപിടിച്ച് ടിമിന്ന് പേരിട്ട് കേട്ടോ. അങ്ങനെ പാവം ദാഹം ഉണ്ടായിരുന്നു, ഇച്ചിരി വെള്ളം കുടിച്ചു കേട്ടോ. അങ്ങനെ അതിന് ഞങ്ങൾ 3 പേരും എൻ്റെ ചെവിയിൽ ടിമിന്നൊക്കെ വിളിച്ച് അതിൻ്റെ പേരൊക്കെ ഇട്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന പുള്ളിക്കാരിയാണെങ്കിൽ ഓൾറെഡി അതിന് ക്യാറ്റ് ഫുഡ് വെറ്റ് ഫുഡും കൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ട് അങ്ങനെ കഴിച്ചില്ല. അങ്ങനെ അവൾ ആദ്യമായിട്ട് അവൾക്ക് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ കൂട്ടിലേക്ക് അവൾ ഗൃഹപ്രവേശനം ചെയ്തു കേട്ടോ. അവൾക്ക് ഒത്തിരി ഇഷ്ടമായെന്ന് തോന്നുന്നു. കാരണം അവളെ കയറിയിട്ട് പിന്നെ അത് ഇറങ്ങാൻ വെക്കുമ്പോൾ എല്ലാം മടിയായിരുന്നു കേട്ടോ. എപ്പോഴും അവൾ ആ കൂട്ടിൽ തന്നെ കയറിയിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ എന്നെ കാണുമ്പോൾ ഞങ്ങളെ കാണുമ്പോൾ ഇടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വരും. അങ്ങനെ അവൾ അവിടെ പുതിയ വീട്ടിലേക്കൊക്കെ കയറി നോക്കി. അവൾ മട്ടൻ ചുറ്റുമൊക്കെ നോക്കി മണപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ വന്നപ്പം കുറച്ച് കരച്ചിലുണ്ടായിരുന്നു. കാരണം കുഞ്ഞിപ്പോൾ കറക്റ്റ് ഒരു മാസം ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവൾക്ക് വെയിറ്റ് ഫുഡ് കൊടുത്തിട്ട് കഴിക്കാഞ്ഞാൽ പിന്നെ അവൾക്ക് ഞാൻ പാലാണെങ്കിൽ ഇച്ചിരി നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചാറ്റിയിട്ട് ഇച്ചിരി പാൽ വെച്ച് ഒഴിച്ച് കൊടുത്തു കേട്ടോ. പക്ഷേ ആൾ കുടിക്കാൻ ഇച്ചിരി മടിയായിരുന്നു. പിന്നെ ഞാൻ ഒരു വിധത്തിൽ ഞാൻ ഇച്ചിരി കുടിപ്പിച്ചെടുത്തു കേട്ടോ. പിന്നെ ചേട്ടായി ഡ്യൂട്ടിന് നിന്നപ്പോൾ എനിക്കൊരു സ്പില്ലർ കൂടെ തന്നേ. അങ്ങനെ ഞാൻ സ്പില്ലറിൽ മുക്കി ഞാൻ അങ്ങനെ വായിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നൊക്കെ ആയപ്പോഴേക്കും ആൾ നക്കി കുടിക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ നക്കി കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചേട്ടൻ വൈകിട്ട് കവലയ്ക്ക് പോട്ടുന്നപ്പം ചുമന്ന ചീര കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ ചുമന്ന ചീര നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ചീര നന്നാക്കി വെച്ചിട്ട് അത് ഇച്ചിരി ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ടിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ ഒരാൾ കൂടെ ഉണ്ടാക്കി കൊടുത്ത് കൂട്ടിൽ ആണ് ഫുൾ ടൈം ആൾ കേട്ടോ. പിന്നെ ഇടയ്ക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങി ആൾ ഒന്ന് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. വലിയ കരച്ചിലൊന്നുമില്ല, കരച്ചിലൊക്കെ ഇപ്പോൾ കുറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ വൈകിട്ട് ഞാൻ ഇച്ചിരി പാലൊക്കെ തിളപ്പിച്ചാറ്റിയും വെച്ച് കൊടുത്തു. അതൊക്കെ കുടിച്ചിട്ട് വീണ്ടും ആളുടെ വീടിനകത്തേക്ക് കയറിപ്പോയി കിടക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ ചീരയൊക്കെ കഴുകി നന്നാക്കി എടുത്തു. എന്നിട്ടത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ. പിന്നെ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചാള. അപ്പോൾ അതും ഞാൻ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കഴുകി വരട്ട് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചേ. പിറ്റേ ദിവസം രാവിലെ, അതായത് ഇന്നലെ രാവിലെ കേട്ടോ, ചീരയൊക്കെ ഞാൻ രാവിലെ എണിച്ചപ്പോൾ തന്നെ ചീരയും മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിരുന്നു. എന്നിട്ട് ചീര ഇനി അരിഞ്ഞെടുത്താൽ മതി. അങ്ങനെ ചീരം എല്ലാം അതിൻ്റെ പുഴു കുത്തിയ ഇലയൊക്കെ മാറ്റിയിട്ട് അങ്ങനെ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തു കേട്ടോ.
രാവിലെ കഴിക്കാൻ ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഒപ്പം സാമ്പാറും ഉണ്ടേ. പിന്നെ മീൻകറിയും വെച്ച് തോരനും വെച്ചാൽ മതി കേട്ടോ. അങ്ങനത്തെ തോരന് ഞാൻ ലാസ്റ്റ് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പം. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഈ ചീരയൊക്കെ തോരൻ വെക്കുമ്പോഴേ ലാസ്റ്റ് ഇങ്ങനെ മുട്ട പൊട്ടിച്ചൊഴിക്കണേ. അപ്പോൾ ഇവിടെ ഒത്തിരി ചീര ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചത് കേട്ടോ. പിന്നെ ഇത് വൈകിട്ടത്തേക്ക് ഞാൻ പിള്ളേർക്ക് പൊട്ടറ്റോ ചിപ്സ് വേണമെന്ന് പറഞ്ഞിട്ട് പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. ഇത്തിരി ഒരു ഡാർക്ക് കളറ് കരിഞ്ഞ പോലെ ആയിപ്പോയി, മീൻസ് കരിഞ്ഞില്ല, എന്നാലും അവർ അത് കഴിച്ചു കേട്ടോ, അവർക്ക് ഇഷ്ടമായത്. അപ്പോൾ നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന പോലെ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ, യൂട്യൂബൊക്കെ നോക്കി ഉണ്ടാക്കിയെടുത്തതാണ്. എന്തായാലും അഭിമോൾ കഴിച്ചിട്ട് പറഞ്ഞു അമ്മ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അല്ലെങ്കിലും എൻ്റെ അമ്മൂസ് എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടാണ് കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടു, അത് കഴിച്ചു കേട്ടോ. പിന്നെ അത് ചേട്ടൻ്റെ ഒടിഞ്ഞു വന്നപ്പോൾ ചേട്ടായി പെരി മന്തി വാങ്ങിക്കണം കേട്ടോ. നമ്മൾ പെരി മന്തി കഴിച്ചു. പിന്നെ ഇത് ബീഫ് ഫ്രൈ വാങ്ങിയിട്ടുണ്ട്. അപ്പം ബീഫ് ഫ്രൈ എടുത്തില്ല, പെരി മന്തിയാണ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം പെരി മന്തി ഉണ്ട്. അതാകുമ്പോൾ നല്ല സ്പൈസി ആണല്ലോ, അതുകൊണ്ടാണ് പെരി മന്തി വാങ്ങിയത് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ നിർത്തുവാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.